വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എഗ് റെസിപ്പിയാണ് ഇന്നത്തേത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഈ റെസിപ്പിയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് ഞാൻ ഒരു പൊട്ടറ്റോ വെന്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ രണ്ടായിട്ടത് മുറിച്ചിട്ട് എളുപ്പം വേകാൻ വേണ്ടി 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 1 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് ഈ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ ആണെങ്കിലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേ ഈ ഓംലെറ്റിനൊരു പ്രത്യേക രുചിയുണ്ടായിരിക്കും. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്ത പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ വെന്തതായതുകൊണ്ട് നമുക്കിനി ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ ഒരാൾക്കുള്ള ഒരു ഓംലെറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് മാത്രം മതി ബ്രേക്ക്ഫാസ്റ്റിന്. കുട്ടികൾക്ക് നല്ലതാണ്, മുതിർന്നവർക്കുമെല്ലാം ഈ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വെന്തെടുക്കാം. നമുക്ക് ഈ ഓംലെറ്റ് വെന്തോന്ന് നോക്കാം. ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. അടിഭാഗം കൂടെ വേകുന്നിടം വരെ നമുക്കിത് ഒന്നും കൂടെ അടച്ച് വേവിച്ചെടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വെന്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ പൊട്ടറ്റോ എഗ് ഓംലെറ്റ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.